ഇന്ത്യൻ ക്രിക്കറ്റിൽ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒന്നാണ് രാജ്യത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ ഒന്നുമല്ല എന്ന രീതിയിലുള്ള ചില അവഗണനകൾ. ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും എത്തിപ്പെടുകയാണ്. മൈതാനത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബൗണ്ടറികളും സിക്സറുകളും പായിക്കുന്ന മിസ്റ്റർ 360 ഡിഗ്രി എന്ന പേരുള്ള സൂര്യകുമാർ ഇനി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല. സമീപകാല മത്സരങ്ങളിൽ ഫോമിൽ ആകാത്തതാണ് ഈ പുറത്താക്കലിന് കാരണം. കരിയറിന്റെ അവസാന ഘട്ടത്തിൽ തീരെ ഫോം അല്ലാതിരുന്നിട്ടും MS ധോണിക്ക് ലഭിച്ച സംരക്ഷണവും പിന്തുണയും ഇവിടെ സൂര്യകുമാറിന് കിട്ടുന്നില്ല. അടുത്ത നാൾ വരെ 2020 ക്രിക്കറ്റിലെ രാജാവായിരുന്നു സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ചപ്പോൾ 52 മത്സരങ്ങളിൽ 42 ഇന്ത്യ വിജയിച്ചു. T20 ക്രിക്കറ്റിൽ മറ്റൊരു നായകനും ഇത്രയ്ക്ക് മികച്ച റെക്കോർഡുകൾ ഉണ്ടാവില്ല. എന്നാൽ ഏതാനും മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മാത്രമല്ല ടീമിലെ സ്ഥാനം തന്നെ നഷ്ടമായിരിക്കും. ഒരു മികച്ച കളിക്കാരനായാലും ഫോം വീണ്ടെടുക്കാൻ സമയം കൊടുക്കുക എന്നതൊരു സാമാന്യ മര്യാദയാണ്. എന്നാൽ ഗവാസ്കറിനും കപിൽ ദേവിനും അസറുദ്ദീനും ധോണിക്കും രോഹിത് ശർമ്മക്കും ഒക്കെ കിട്ടിയ ആ അവസരം സൂര്യകുമാർ യാദവിന് നൽകുന്നില്ല. സൂര്യകുമാർ യാദവ് എന്ന മുംബൈക്കാരൻ തന്റെ കളിയിലെ മികവ് കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ആളാണ്. ഗോഡ് ഫാദറോ PR വർക്കോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. എത്രയോ മികച്ച ഇന്നിംഗ്സുകൾ കളിച്ച ശേഷമാണ് ഒടുവിൽ 30 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് അവസരം കിട്ടുന്നത്. സൂര്യകുമാറിനെ രവിചന്ദ്രൻ, അശ്വിൻ അടക്കമുള്ള താരങ്ങൾ പിന്തുണക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ സഞ്ജു സാംസൺ ഫാൻസ് ഈ പുറത്താകൽ ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു പത്രസമ്മേളനത്തിൽ നേരത്തെ സഞ്ജുവിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഭിഷേകിനെ മാറ്റണോ അല്ലെങ്കിൽ തിലക് വർമ്മയെ മാറ്റണോ എന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ ചോദിച്ചിരുന്നു. അത് പറയുമ്പോൾ സൂര്യകുമാർ പരിഹാസവും അഹങ്കാരവും കാണിച്ചിരുന്നു എന്നാണ് സഞ്ജു സാംസൺ ഫാൻസ് പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് നിലവിലെ ഫോമിൽ അഭിഷേക്, തിലക് എന്നിവരെ മാറ്റാൻ പറ്റില്ല എന്നാണ്. അല്ലാതെ സഞ്ജു അവരെക്കാൾ മോശം ബാറ്ററാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നമുക്ക് കാണാവുന്നതാണ് പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ സഞ്ജുവിന് എന്തുമാത്രം പിന്തുണ നൽകുമെന്ന കാര്യം. സൂര്യകുമാറും ഗംഭീറും നൽകിയ പോലുള്ള പിന്തുണ ഇനി ഒരിക്കലും സഞ്ജുവിന് ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഞ്ജുവിന് പോലും അത് നന്നായി അറിയാം. സൂര്യകുമാർ പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പടിയടച്ച് പുറത്താക്കുമ്പോൾ ഒരു ചെറുതല്ലാത്ത സങ്കടം തോന്നുന്നു. ഇതിലും മികച്ച ഒരു വിടവാങ്ങൽ അദ്ദേഹം അർഹിച്ചിരുന്നു. ഈയിടെ അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നു. എന്നാൽ എത്രയോ കളികളിൽ തോൽക്കുമെന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം ടീമിനെ കരകയറ്റിയിട്ടുണ്ട്. ആരും മറക്കാത്ത ഒരു ക്യാച്ച് എടുത്ത് ഒരു T20 വേൾഡ് കപ്പ് തന്നെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ടീമിൽ നിന്നും പുറത്താക്കുമ്പോഴും T20യിൽ ഏറ്റവും കൂടുതൽ തവണ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ സൂര്യകുമാർ യാദവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ വേൾഡ് കപ്പ് നേടിയിട്ട് 3 മാസം പോലും തികയുന്നതിന് മുന്നെയാണ് ഈ പുറത്താക്കൽ.